സംസ്ഥാനത്ത് ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണക്കും? ഓരോ മുന്നണികളും കൂട്ടലും കിഴിക്കലിനും സമയമാണ്. അതോടൊപ്പം വടക്കൻ കേരളത്തിൽ വ്യാപകമായ അക്രമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ചേരുന്നു. ഇപ്പോൾ ഉയർന്ന പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് കാണുന്നത്? നേരത്തെ 100+ എന്നാണ് VD സതീശൻ പറഞ്ഞത്, അതുപോലെ തന്നെ അങ്ങും അങ്ങനെയാണ് പറഞ്ഞത്. അതേ നിലപാട് ഉറച്ചിരിക്കുന്നുണ്ടോ? എന്താണ്? തീർച്ചയായിട്ടും ഇത്തവണ UDF വളരെ കംഫർട്ടബിൾ മെജോറിറ്റി നേടിയെടുക്കും. ഞാൻ പറഞ്ഞതിപ്പോൾ VD സതീശൻ 100 സീറ്റാണ് പറഞ്ഞത്. ഞാൻ 1977 ശ്രീ കരുണാകരൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നേടിയെടുത്തത് 111 സീറ്റാണ്. അപ്പോൾ ആ 111 സീറ്റിലേക്ക് എത്തുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. വലിയ വിജയപ്രതീക്ഷ. അങ്ങനെ ഭരണം കിട്ടുവാണെങ്കിൽ ഇപ്പോൾ K. സുധാകരൻ പറയുന്നത് ചെന്നിത്തല മുഖ്യമന്ത്രിയാണ്. ഇനി അങ്ങനെയുള്ള തർക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ അത് നേരത്തെ തന്നെ ഉയർന്ന ഒരു ആശങ്കയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആലോചനകളൊക്കെ നടക്കേണ്ട സമയമാണ്. K. സുധാകരൻ പറയുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുന്നു. അങ്ങ് അതിനോട് യോജിക്കും? ഞാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. എനിക്കിതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാനതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സീറ്റ് കൊടുക്കരുതെന്ന് ഫ്രം ദ വെരി ബിഗിനിങ് ഐ വാസ് ടെല്ലിങ്. എനിക്കറിയാം അവർക്ക് സീറ്റ് കൊടുത്താൽ ഉണ്ടാകുന്ന അപകടം. എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു നിലപാടുണ്ട്. ആ നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് തിരുത്തലുകൾ വേണ്ടി വരുന്നു. ആ തിരുത്തലുകൾ ഇന്നലെ ഒരുത്തൻ രാജിവെച്ചല്ലോ, ഒരു KP സെക്രട്ടറി. അവൻ ആരാന്ന് നിങ്ങളുടെ ധാരണ? എൻ്റെ വാഹനത്തിൽ നിന്ന് 1 ലക്ഷം രൂപ പൊട്ടിച്ച ആളാണ്. തിരുവനന്തപുരം ഞാൻ ചോദിച്ചാൽ അവരെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? ഇതൊക്കെ എനിക്ക് പറയേണ്ടി വരും. അത് ഞാൻ പറയും. അയാളെ KPCC ഭാരവാഹിയാക്കി ആരാണ്? അയാളൊരു ഉന്നത തലത്തിലുള്ള ആളുകളാണോ? ഉന്നത തലത്തിൽ അവനുമായി ബന്ധമുണ്ട്. VM സുധീരനും എനിക്കും അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. മനസ്സിലായി? സുധീരൻ, നമുക്കൊരു സംശുദ്ധമായ രാഷ്ട്രീയ സംസ്കാരം കോൺഗ്രസിന് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഈ പാർട്ടി തകരും. കാര്യം ഇത്തരം ഫ്രോഡുകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പാർട്ടിയുടെ തലപ്പത്ത് ഒരുപാട് ഇത്തരം ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് ഭരണം ഏറ്റെടുത്ത് മന്ത്രിമാരും ഒക്കെ വന്നിട്ട് ഞാൻ വ്യക്തമായി പറയും. എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല.